ഈ വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് ഒരു ചൊല്ലുണ്ടല്ലോ. ചൊല്ലൊന്നുമല്ല, അത് പഴയൊരു സംസ്കൃത ശ്ലോകമാണ്. അതിലേക്ക് നമുക്ക് പോകണ്ട. ആ ശ്ലോകത്തിൻ്റെ അവസാനത്തെ ഒരു വരിയാണ് വിനാശകാലേ വിപരീത ബുദ്ധി. നമ്മുടെ സമയം മോശമായി കഴിയുമ്പോൾ നമ്മുടെ ബുദ്ധിയും വിപരീത ദിശയിൽ സഞ്ചരിക്കുകയും വലിയ ബുദ്ധിമാനെന്ന് നടിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതിഭയങ്കരമായ ആപത്തിൽ ചെന്ന് കലാശിക്കുകയും ചെയ്യും. ഇതാണല്ലോ ആ വരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചെയ്ത ഒരു രാജ്യമാണ് ലെബനൻ. അധികം പുറകോട്ടൊന്നും പോകണ്ട ലെബനൻ്റെ ചരിത്രം നോക്കാൻ. 1985 വരെ ലെബനൻ ഒരു ക്രിസ്ത്യൻ രാജ്യമായിരുന്നു. പറഞ്ഞാൽ ഇപ്പോൾ ആരെങ്കിലും വിശ്വസിക്കുമോ? ഒരു ക്രിസ്ത്യൻ രാജ്യമായിരുന്നു 1985 വരെ ലെബനൻ. 67% മറ്റോ ക്രിസ്ത്യാനികളുണ്ടായിരുന്നു, ബാക്കി മുസ്ലിങ്ങൾ. 1985 ലെബനൻ യേശു ക്രിസ്തുവിനെ അനുകരിച്ചു തുടങ്ങി. ഈ സ്വാമി വിവേകാനന്ദനാണ് ആദ്യം പറയുന്നത്, യേശു ക്രിസ്തു പൂജിക്കാൻ പറ്റിയ ഒരു മനുഷ്യനാണ്, വ്യക്തി ജീവിതത്തിൽ നിങ്ങൾക്ക് പിന്തുടരാൻ പറ്റിയ ഒരു മനുഷ്യനാണ് യേശു ക്രിസ്തു. ബട്ട് ഒരു രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് വർക്കിംഗ് മോഡൽ, ഒരു രാഷ്ട്രത്തിൻ്റെ വർക്കിംഗ് മോഡൽ ശ്രീകൃഷ്ണനായിരിക്കണം. സ്വാമി വിവേകാനന്ദൻ അനലൈസ് ചെയ്യുന്നത് എന്തുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്കയും യൂറോപ്യനാണല്ലോ, യൂറോപ്പിൽ നിന്ന് കുടിയേറുകയും കയ്യേറുകയും ഒക്കെ ചെയ്താണ് അമേരിക്ക ഉണ്ടായത്. യൂറോപ്യന്മാർ എന്തുകൊണ്ട് സാമ്പത്തികവും വ്യാവസായികവും ഒക്കെയായ വലിയ പുരോഗതി നേടുകയും ഭാരതീയർ പിന്നോക്കം പോവുകയും ചെയ്തത് എന്തുകൊണ്ട് എന്നുള്ളതിന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ഉത്തരമാണ്, യൂറോപ്യന്മാർ യേശുക്രിസ്തുവിനെ ദൈവമാക്കുകയും ശ്രീകൃഷ്ണനെ വർക്കിംഗ് മോഡലാക്കുകയും ചെയ്തു. ഭാരതത്തിൽ ഹിന്ദുക്കളാണല്ലോ ഭൂരിപക്ഷം. അവർ ശ്രീകൃഷ്ണനെ ദൈവമാക്കുകയും യേശുക്രിസ്തുവിനെ വർക്കിംഗ് മോഡലാക്കുകയും ചെയ്തു. അങ്ങനെ അവർ തല്ലുകൊണ്ട് ഒരടി കിട്ടി കഴിഞ്ഞപ്പോൾ മറ്റേ കവളത്ത് തൊട്ട് അവിടെയും കിട്ടി അടി, ആ സകലം അടി വാങ്ങി പിന്നിലായിപ്പോയി. ഇതാണ് സ്വാമി വിവേകാനന്ദൻ്റെ അനാലിസിസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലെബനന് പെട്ടെന്ന് യേശുക്രിസ്തുവിനെ വർക്കിംഗ് മോഡലാക്കണമെന്ന് തോന്നി. അവരാണ് ആദ്യമായിട്ട് റെഫ്യൂജികളെ, അഭയാർത്ഥികളെ സ്വീകരിക്കാൻ തീരുമാനിച്ചത്. അന്ന് യൂറോപ്പൊന്നും അഭയാർത്ഥികളെ സ്വീകരിച്ച് തുടങ്ങിയിട്ടില്ല. 1985 ഫ്രാൻസ് സമ്മതിക്കില്ല, ഇറ്റലി സമ്മതിക്കില്ല, ജർമ്മനി ഒട്ടും സമ്മതിക്കില്ല, ഇംഗ്ലണ്ട് സമ്മതിക്കില്ല, ആരും സമ്മതിക്കില്ല. ലെബനൻ തീരുമാനിച്ചു അങ്ങനെയല്ല, അവർ നമ്മുടെ സഹോദരരാണ്. ഗേറ്റ് തുറന്നു, എല്ലാവരും കൂടെ കയറി. 1991 ഹിസ്ബുള്ള നിലവിൽ വന്നു. പിന്നീട് അങ്ങോട്ട് ചരിത്രമാണ്. ക്രിസ്ത്യാനികൾ ചുരുങ്ങിപ്പോയി. ഞാൻ കേരളത്തിലെ ക്രിസ്ത്യാനികളോട് പലതവണ അപേക്ഷിക്കുന്ന പോലെ ഇപ്പോഴും അപേക്ഷിക്കുകയാണ്. BJPക്ക് വോട്ട് പിടിക്കാനല്ല ഞാൻ ക്രിസ്ത്യാനികളുടെ കാര്യം പറയുന്നത്. എനിക്ക് BJPക്ക് വോട്ട് പിടിക്കേണ്ട ജോലിയുമില്ല. നിങ്ങൾ വോട്ട് ആർക്ക് വേണമെങ്കിൽ ചെയ്തു. പക്ഷേ ഈ ഇസ്ലാമിക ഭീകരത എന്ന ദുരന്തം ഹിന്ദുവിൻ്റെ തലയിൽ മാത്രമല്ല, തുല്യമായ തോതിലോ അതിൽ കൂടുതലോ ക്രിസ്ത്യാനികളുടെ തലയിൽ വരും. ഇത് പറഞ്ഞാൽ ബിഷപ്പുമാർക്ക് ബോധ്യം വരുന്നില്ല. ഇപ്പോഴേ ചെറായിലെ പള്ളിയും പട്ടക്കാരനെയും ആ പ്രിമൈസസും എല്ലാം വഖഫ് ബോർഡ് കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ചൂടായിട്ടുണ്ട്. അതൊട്ട് ക്ലച്ച് പിടിക്കുന്നുമില്ല. കാരണം വർഷങ്ങളായിട്ട് ഇസ്ലാമിന് മുമ്പിൽ കീഴടങ്ങുകയും വിട്ടുവീഴ്ച ചെയ്യുകയും പോട്ടെ എന്ന് പറയുകയും ചിലർക്കെങ്കിലും അവരുമായിട്ട് അവിഹിതമായ ചില ബന്ധങ്ങളും ഒക്കെ ആയിട്ടാണ് ക്രൈസ്തവ സഭകൾ ജീവിച്ചു വരുന്നത് കേരളത്തിൽ. അത് എത്ര വലിയ അപകടമാണ് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കണമെങ്കിൽ ലെബനൻ മാത്രം എടുത്തു നോക്കിയാൽ മതി. ലെബനൻ ഇപ്പോൾ മുസ്ലിം രാജ്യമാണ്. അവിടെ ഹിസ്ബുള്ള ഉണ്ടായി. ഹിസ്ബുള്ള ലെബനൻ്റെ ഔദ്യോഗിക പട്ടാളമല്ല. ഹിസ്ബുള്ള അവിടുത്തെ ഒരു കൊള്ള സംഘമാണ്. മനസ്സിലായോ? അപ്പോൾ ലെബനീസ് പട്ടാളവുമായിട്ടൊന്നും അല്ല ഇസ്രായേലിൻ്റെ യുദ്ധം, ഹിസ്ബുള്ളയുമായിട്ടാണ്. 3 H
ആ ഏരിയയിലുള്ളത്. 3H: ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തി. 3H എന്ന് തന്നെ ഇംഗ്ലീഷിൽ പറയും. ഹമാസ്, ഹൂത്തി, ഹിസ്ബുള്ള. ഹിസ്ബുള്ള ലെബനനിൽ, ഹമാസ് ഇസ്രായേലിൽ, ഹൂത്തി യമനിൽ. സൗദി അറേബ്യയുടെ അറ്റത്തെ ഒരു കഷ്ണമാണ് യമൻ എന്ന ചെറിയ രാജ്യം. അവിടെയാണ് ഹൂത്തികളുടെ വിളയാട്ട്. ഇവരാരും തന്നെ ഒരു ഔദ്യോഗിക സേനയല്ല. ഹൂത്തിയുമല്ല, ഹിസ്ബുള്ളയുമല്ല, ഹമാസുമല്ല. ഇവരൊരു രാജ്യവുമല്ല. അതുകൊണ്ട് ഇവരെ നോൺ സ്റ്റേറ്റ് പ്ലെയേഴ്സ് എന്ന് പറയും. ബാക്കിയുള്ളവരൊക്കെ സ്റ്റേറ്റ് പ്ലെയേഴ്സാണ്. ഇന്ത്യ, ചൈന, ഇറാൻ, ഇറാഖ്, ഇസ്രായേൽ, അമേരിക്ക, ഇതൊക്കെ രാജ്യങ്ങളാണല്ലോ, സ്റ്റേറ്റ് പ്ലെയേഴ്സാണ്. നോൺ സ്റ്റേറ്റ് പ്ലെയേഴ്സിനെ ഹാൻഡിൽ ചെയ്യാനാണ് എപ്പോഴും പ്രയാസം. സ്റ്റേറ്റ് പ്ലെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംബസി ഉണ്ട്, അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, എന്തെങ്കിലും ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ ചർച്ച ചെയ്യാൻ സ്ഥലമുണ്ട്, അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്, ഈ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. നോൺ സ്റ്റേറ്റ് പ്ലെയേഴ്സിനെ എന്ത് ചെയ്യും? അവരുടെ തലവന്മാർ മാറി മാറി വരും, അവരുടെ ടാക്ടിക്സ് മാറി മാറി വരും. എന്നാൽ സ്റ്റേറ്റ് പ്ലെയേഴ്സിൻ്റെ കയ്യിലുള്ള അതേ ആയുധങ്ങൾ ഒരു മനസാക്ഷിക്കുത്തുമില്ലാതെ എടുത്ത് ഉപയോഗിക്കാനും ഇവർക്ക് സാധിക്കും. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നെതന്യാഹു യുണൈറ്റഡ് നേഷൻസിൽ പ്രസംഗിക്കുമ്പോൾ നെതന്യാഹു പറഞ്ഞു, ഞങ്ങൾ എത്രയോ തവണ നിങ്ങൾ പറഞ്ഞത് കേട്ടു, എന്ന് വെച്ചാൽ UN പറഞ്ഞത് കേട്ടു. എന്ത് കിട്ടി ഞങ്ങൾക്ക്? ഒന്നും കിട്ടിയില്ല. കാരണം UN പറയുമ്പോൾ ഒരു വശത്ത് ഇസ്രായേലാണ്, മറുവശത്ത് ഹമാസാണ്. ഹമാസ് യുണൈറ്റഡ് നേഷൻസിൽ അംഗീകരിക്കപ്പെട്ട ഒരു രാജ്യമല്ല, അതൊരു ഭീകരവാദ സംഘടനയാണ്. അവർക്ക് യുണൈറ്റഡ് നേഷൻസിൻ്റെ പ്രമേയം ബാധകമല്ല, ഇസ്രായേലിന് ബാധകമാണ് താൻ. ഇസ്രായേൽ പറഞ്ഞു, ഒരുത്തന് നിയമം ബാധകം, മറ്റവന് ബാധകവുമല്ല. ഒരുത്തൻ അടിയുടെ നിയമങ്ങളനുസരിച്ച് മാത്രമേ അടിക്കാവുള്ളൂ, മറ്റവന് എന്ത് കാടനടി അടിക്കാം. ഇങ്ങനൊരു ഗെയിം നടക്കുമോ? അതുകൊണ്ട് പ്രിയപ്പെട്ട യുണൈറ്റഡ് നേഷൻസ്, നിങ്ങൾ പറയുന്നത് ഇപ്പം ഞങ്ങൾ വകവയ്ക്കാറില്ല. ഇതാണ് നെതന്യാഹു പറഞ്ഞതിനകത്തെ ഒരു പോയിൻ്റ്. അദ്ദേഹം പല പോയിൻറ്റും പറഞ്ഞു. പിന്നെ യുണൈറ്റഡ് നേഷൻസിൽ നെതന്യാഹു പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒരുപാട് പേര്, ഒരുപാട് രാജ്യങ്ങൾ എണീറ്റ് പോയി. ഞാൻ ആ വീഡിയോയിൽ ഇങ്ങനെ ശ്രദ്ധിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഗ്രാനഡ എന്നൊക്കെ പറഞ്ഞിട്ട് അഡ്രസ്സും മേൽവിലാസവും ഇല്ലാത്ത ചെറിയ ചെറിയ രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരാരൊക്കെയാണ് പോയിട്ടുള്ളത്. ഇനി മെയിൻ രാജ്യങ്ങൾ തന്നെ പോയി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അവിടെ ഇത് നിത്യ അഭ്യാസമാണ്. ഒരാൾ പ്രസംഗിക്കാനെണിക്കും, അവർ പറയും ഇത് ഇസ്രായേലാണ്, പിന്നെ ഇന്നതൊക്കെ പറയുള്ളൂ. ഉറപ്പാണല്ലോ നെതന്യാഹു എന്ത് പറയുമെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമുക്ക് പോയി ഒരു ചായ കുടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകും. ഇന്ത്യയും പാകിസ്ഥാനും പ്രസംഗിക്കുമ്പോൾ ഇത് തന്നെയാണ് അവസ്ഥ കേട്ടോ. പാകിസ്ഥാനിന് അങ്ങോട്ട് സ്റ്റേജിൽ കയറി നിൽക്കുമ്പോൾ തന്നെ ആളുകൾക്കറിയാം പാകിസ്ഥാൻ എന്താ ചെയ്യാൻ, ഇന്ത്യയെ കുറേ തെറി പറയും. ഈ ഇന്ത്യയെ തെറി പറയുന്നത് കേട്ടുകൊണ്ടിരിക്കാൻ എത്യോപ്യയ്ക്കും ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും അല്ലെങ്കിൽ അമേരിക്കയ്ക്കും എന്താ താല്പര്യം? അവരെണീറ്റ് നമുക്കൊരു ചായ കുടിച്ചൊരു സിഗരറ്റൊക്കെ വലിച്ചിട്ട് വരാണ്ടെന്ന് എന്ന് പറഞ്ഞിട്ട് അവരെണീറ്റ് പോകും. ഇതൊന്നും വാക്കൗട്ട് സംഗതിയൊന്നുമല്ല. ഈ പ്രസംഗിക്കുന്ന ആളിനും ഇതൊക്കെ അറിയാം ഇതിങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇതിൻ്റെ തർജ്ജമയുണ്ട്, ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് കിട്ടും, അവരവരുടെ ഭാഷയിൽ സ്പാനിഷ്, ഫ്രഞ്ച്, അതിലൊക്കെ തർജ്ജമയൊക്കെ കിട്ടും. ആരെന്ത് പ്രസംഗിച്ചു എന്നൊക്കെ അറിയാനായിട്ട് അവിടെ വേറെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമല്ല. ഏതായാലും നെതന്യാഹു പറയാനുള്ളത് പറഞ്ഞു. നെതന്യാഹു പ്രസംഗിച്ച് തീർന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഇവർ നസറുള്ള എന്ന് പറഞ്ഞിട്ട് ഹിസ്ബുള്ളയുടെ തലവനെ കൊന്നു. വലിയ വാർത്തയായി മലയാളത്തിലുമൊക്കെ. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഹിസ്ബുള്ളയുടെ തലവൻ നസറുള്ളയാണെന്ന് നമ്മളറിയുന്നത്. സത്യമല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇന്നുവരെ ഹിസ്ബുള്ളയുടെ തലവൻ ആരാണെന്ന് അറിയാമായിരുന്നു? നിങ്ങളുടെ കൂട്ടത്തിൽ ഇൻ്റർനാഷണൽ വിഷയത്തിൽ പ്രത്യേക താല്പര്യമെടുത്ത് പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്നുള്ളതല്ലാതെ ഈ പണ്ടാരക്കെട്ടൊക്കെ ജീവനോടെ ഉണ്ടെന്ന് പോലും നമ്മൾ അറിയുന്നത് ഇയാൾ മരിക്കുമ്പോഴാണ്. മരണം കൊണ്ട് മഹത്വവൽക്കരിക്കപ്പെട്ട ആൾക്കാരാണ് ഇസ്മായിൽ ഹനിയ, ഇവരുടെ ഹിസ്ബുള്ളയുടെ നസറുള്ള, ഇവരൊക്കെ മരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ അറിഞ്ഞതാണ്. അപ്പോൾ നസറുള്ള മരിച്ചു. ഇതിൻ്റെ സത്യാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ാം തീയതിയാണ്
ഇസ്രായേലിൻ്റെ അയൺ ഡോം തകർത്തുകൊണ്ട് ഹമാസ് ആക്രമണം നടത്തുന്നു. 1200 പേര് ആ ഒറ്റ രാത്രി കൊല്ലപ്പെട്ടു. 400 പേരെ ഇവർ സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികൾ ഇതൊക്കെ ഉണ്ട് കൊന്നു കളഞ്ഞു, ബലാത്കാരം ചെയ്തു, ക്രൂരമായിട്ട് എന്തെല്ലാം ചെയ്തു. നെതന്യാഹു യുണൈറ്റഡ് നേഷൻസിലെ പ്രസംഗത്തിൽ പറഞ്ഞു, ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നു എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു സ്ത്രീയുടെ പ്രധാനപ്പെട്ട ഭാഗത്തു കൂടെ കുറ്റിയടിച്ച് അവരെ ഭൂമിയിൽ തറച്ചിരിക്കുന്നു. വാട്ട് നോൺസെൻസ്. സംഗീത പരിപാടിയിൽ പങ്കെടുത്തവരെയാണ് വെടിവെച്ചത്. അതിൽ സർവൈവ് ചെയ്ത് കുറച്ച് പേരെ നെതന്യാഹു കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചു അവിടെ. ഇങ്ങനെയൊക്കെ ചെയ്തു. ഹമാസുമായിട്ടുള്ള ഇസ്രായേലിൻ്റെ ആക്രമണവും തുടങ്ങി ഒക്ടോബർ 8-ാം തീയതി. ഒക്ടോബർ 8 മുതൽ, കഴിഞ്ഞ ഒക്ടോബർ 8 മുതൽ ഈ സെപ്റ്റംബർ 9 വരെ നിരന്തരം ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടിരുന്നു. എന്തിന്? ഹമാസിനെ ഇസ്രായേൽ ആക്രമിക്കുന്നു, ശരി, അത് ഇസ്രായേലിനുള്ളിലെ പ്രശ്നം. ഹിസ്ബുള്ള ലെബനനിലാണ്. എന്തിനാണ് ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടിരുന്നത്? അതിനൊരു ന്യായം പറയാനില്ല. ഈ 3Hൽപ്പെട്ട ഞങ്ങളുടെ കൂട്ടുകാരനാണ് ഹമാസ്, അതുകൊണ്ട് അവനെ തല്ലിക്കഴിഞ്ഞാൽ ഞങ്ങൾ തല്ലും. ഇസ്രായേലിൻ്റെ അയൺ ഡോം അന്ന് പരാജയപ്പെട്ടു, ഇൻ്റലിജൻസ് പരാജയപ്പെട്ടു. പക്ഷേ അതിനുശേഷം അവരത് റെക്ടിഫൈ ചെയ്തു. ഹിസ്ബുള്ളയുടെ അറ്റാക്ക് മുഴുവൻ അവർ തടഞ്ഞു. 1-2 തവണ തിരിച്ചൊരടിയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഹമാസ് ഏകദേശം ഒതുങ്ങി. ഹമാസ് തലവനും തലവൻ്റെ താഴെയുള്ളവനും ഒക്കെ ഒതുങ്ങി നാശഭൂഷമായി തീരെ തളർന്നു അവർ. അത് കഴിഞ്ഞപ്പോഴാണ് ഇസ്രായേൽ പുറകോട്ട് തിരിഞ്ഞു. അതുവരെ തെക്കോട്ടായിരുന്നു ഇസ്രായേലിൻ്റെ യുദ്ധം, വടക്കോട്ടായി. ഇസ്രായേലിന് വടക്ക് വശത്താണല്ലോ ലെബനൻ. ലെബനനിൽ ഇസ്രായേലും ലെബനനും തമ്മിലുള്ള അതിർത്തി ഒരു 40 കിലോമീറ്റർ ബഫർ സോണുണ്ട്. 2 പേർക്കും ആക്സസ് ഇല്ലാത്ത ഒരു ബഫർ സോൺ വെച്ചിരുന്നു. ഇത് 2000-ൽ ഇസ്രായേൽ പുറകോട്ടിറങ്ങി കൊടുത്തതാണ്. വടക്ക് നിന്ന് 40 കിലോമീറ്റർ തെക്കോട്ട് ഇസ്രായേൽ ഒതുങ്ങിക്കൊടുത്തു. ഇത് നെതന്യാഹു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. യുണൈറ്റഡ് നേഷൻസിൻ്റെ പ്രമേയമനുസരിച്ച്, നിർബന്ധമനുസരിച്ച് 40 കിലോമീറ്റർ ഞങ്ങൾ ഉള്ളിലേക്ക് മാറി. എന്നിട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടി? മാറിക്കഴിഞ്ഞ് ഞങ്ങളുടെ ആൾക്കാരെ ഇവർ ഉപദ്രവിക്കും എന്ന് ഭയന്നിട്ട് 60,000 പേരെ ഫർദർ അകത്തേക്ക് ഞങ്ങൾക്ക് മാറ്റി താമസിപ്പിക്കേണ്ടി വന്നു. ഇത്രയുമായിട്ടും തിരിച്ചടിച്ചില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഈ മീശയും വെച്ച് നടക്കുന്നെന്തിനാ? ഇസ്രായേലാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തിരിച്ചടിച്ചു. അടിച്ചത് പേജർ പൊട്ടിച്ചിട്ടാണ്, വാക്കി ടോക്കി പൊട്ടിച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കൂ, ലെബനനിലെ വ്യോമാക്രമണം ഉണ്ടല്ലോ ഇസ്രായേലിൻ്റെ, ശ്വാസം വിടാൻ സമയം കൊടുക്കാതെ. ഇസ്രായേലിൻ്റെ പ്രിൻസിപ്പിൾ ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ പബ്ലിക് ഡൊമൈൻ. എസ്കലേറ്റ് ടു ഡീഎസ്കലേറ്റ്. ഒരു യുദ്ധം ഡീഎസ്കലേറ്റ് ചെയ്യാനായിട്ട് ആദ്യം അത് എസ്കലേറ്റ് ചെയ്യുക. ഇതാണ് ഇസ്രായേൽ എടുത്ത തന്ത്രം. അതായത് ഒരുത്തനുമായിട്ട് സമാധാനത്തിലെത്തണമെങ്കിൽ സമാധാനം അവൻ ചോദിക്കണം നമ്മളോട്. ചേട്ടാ അടി നിർത്ത്, നമുക്ക് സമാധാനം എന്ന് പറയണം. ഇത് പറയിക്കാനായിട്ട് എന്ത് ചെയ്യണം? ആദ്യം എസ്കലേറ്റ് ചെയ്യണം. നിർത്താതെ അവനെ അടിക്കുക. കരണത്തും നെഞ്ചത്തും പുറത്തും ചവിട്ടും കുത്തും അടിയും പെട്ടേ എന്നൊക്കെ ആയി കഴിയുമ്പോൾ ഇവന് കണ്ണ് ചിപ്പാനുള്ള സമയം കിട്ടില്ല. അപ്പോൾ പറയും ചേട്ടാ സമാധാനം. ഇതുപോലെ ഹിസ്ബുള്ളയെ കൊണ്ട് സമാധാനം എന്ന് ഞങ്ങൾ പറയിക്കുക. അതുകൊണ്ട് നിർത്താതെ അങ്ങ് ബോംബ് വർഷമായിരുന്നു. ഹിസ്ബുള്ളയുടെ ഹമാസിൻ്റെ നട്ടെല്ലൊടിഞ്ഞു, ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട എല്ലുകൾ ഒടിഞ്ഞു. പക്ഷേ നട്ടെല്ല് ബാക്കിയുണ്ട് ഹിസ്ബുള്ളയുടെ. അതിന് ഇസ്രായേൽ പറഞ്ഞു ഞങ്ങൾ കരയുദ്ധം തുടങ്ങാൻ പോവാണ്. ഇസ്രായേലിൻ്റെ 2 ഇൻഫൻട്രിയോ പ്ലാറ്റൂണോ, ഇതൊക്കെ പട്ടാളക്കാരുടെ വാക്കാണ് കേട്ടോ, അത് മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട്. ഏത് നിമിഷവും ഞങ്ങൾ കൺവെൻഷനലായിട്ടുള്ള കരയുദ്ധം തുടങ്ങും. ഈ നസറുള്ളയെ കൊന്നതിന് നിങ്ങൾ നോക്കൂ. ഒരു ബിൽഡിങ്ങിൻ്റെ 60 അടി ആഴത്തിലാണ് നസറുള്ള ഇരിക്കുന്നത്. ഭൂമിക്കടിയിൽ 60 അടി.
അവിടെ കുഴിച്ച, അല്ലാതെ നസറുള്ള ബീഡിയും വലിച്ച് റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ വെടിവെച്ചതൊന്നുമല്ല, അങ്ങനെയൊന്നും അല്ല കളി. അപ്പോൾ ഈ ബങ്കർ ബസ്റ്റർ ബോംബ് എന്ന് പറഞ്ഞ് ഉണ്ട്, ഭൂമിക്ക് അടിയിൽ ചെന്ന് പൊട്ടുന്ന ജാതി. ബങ്കറിലാണല്ലോ ഇവരുടെ ജീവിതം മുഴുവൻ. ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും ജീവിതം ബങ്കറിലാണ്, ഭൂമിക്കടിയിലാണ് അവർ ജീവിക്കുന്നത്. ഭൂമിക്കടിയിൽ തുരങ്കങ്ങളുണ്ടാക്കി അത് തമ്മിൽ കണക്ട് ചെയ്ത് ഭൂമിക്കടിയിൽ ഒരു പാരലൽ വേൾഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹമാസും അതെ, ഹിസ്ബുള്ളയും അതെ. അവിടെ പോയിട്ടാണ് ഈ നസ്രുള്ളയെ തീർത്തത്. ഇതിൽ ഇസ്രായേലിൻ്റെ ഭാഗത്ത് ന്യായമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അവർ പറഞ്ഞു ഏകദേശം 9 മാസത്തോളം ഞങ്ങൾ ഹിസ്ബുള്ളയുടെ ഈ അതിക്രമം സഹിച്ചുകൊണ്ടിരുന്നു. പലതവണ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾക്കിതിൽ ഇടപെടേണ്ട കാര്യമില്ല. ഇടപെടും, കാരണം 3H ഹിസ്ബുള്ള. ഹൂത്തിയും അത് ചെയ്തു. ഹൂത്തി അവിടെ ഇരുന്നുകൊണ്ട് വഴിയെ പോകുന്ന കപ്പലിൻ്റെ നേർക്കൊക്കെ റോക്കറ്റ് അയച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ഇന്ത്യൻ നേവി കുറച്ചു കാലം അതിലെ പോകുന്ന കപ്പലുകൾക്ക് സംരക്ഷണം കൊടുത്തത് ഇന്ത്യൻ നേവിയാണ്. ഇന്ത്യൻ നേവി ഹൂത്തിയോട് പറഞ്ഞു അടിച്ച് ഞാൻ ചെപ്പക്കുറ്റി പൊട്ടിക്കും, മര്യാദയ്ക്ക് ഇരുന്നോളണം. ഇന്ത്യൻ നേവി ഈ ഇസ്രായേൽ പാലസ്തീൻ കോൺഫ്ലിക്റ്റിൽ ഇടപെടുന്നില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. ഇടപെടുന്നില്ല, കാര്യം ശരിയാണ്. പക്ഷേ ഹൂത്തിയുടെ ഈ വഴിയെ പോയ കപ്പലിനെ മുഴുവൻ ഞാൻ ആക്രമിക്കും എന്ന് പറഞ്ഞ് കീലേരി അച്ചുവായിട്ടുള്ള നിപ്പുണ്ടല്ലോ, ആറാമീ എന്നൊക്കെ പറഞ്ഞ് കത്തിയൊക്കെ വീശി, ആ പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞത് ഇന്ത്യയാണ്. ഇന്ത്യൻ നേവിയാണ് അതിലെ പോകുന്ന കപ്പലുകൾക്ക് സംരക്ഷണം കൊടുക്കും. ഏത് ഹൂത്തിയാണ് ഞാൻ ഒന്ന് കാണട്ടാന്ന്. അപ്പോഴത്തേക്ക് പറഞ്ഞു അല്ല ഞാനതൊരു തമാശയ്ക്ക് പറഞ്ഞല്ലേ ചേട്ടാ. തമാശയാണെങ്കിൽ അതങ്ങ് നിർത്തിക്കോ. അങ്ങനെ നിൽക്കുകയാണ് ഹൂത്തി. അടുത്തത് ഹൂത്തിയാണ് കേട്ടോ. എനിക്കൊരു സംശയമില്ല, ഇസ്രായേലിൻ്റെ അടുത്ത ടാർഗറ്റ് ഹൂത്തിയാണ്. ഈ ഹിസ്ബുള്ളയൊന്നും ഒതുങ്ങട്ടെ. ഞാനിതിൻ്റെ മൂലകാരണം പറയാൻ ലെബനൻ്റെ ചരിത്രത്തിലേക്ക് പോയത് ഇതുകൊണ്ടാണ്. ക്രിസ്ത്യാനികൾ ഈ അലവലാദികളെ മുഴുവൻ, റെഫ്യൂജി എന്ന് പറയുന്ന അലവലാദികളെ മുഴുവൻ വാതിൽ തുറന്നങ്ങ് കയറ്റി. ലെബനനോ അബദ്ധം പറ്റി, അതിൽ നിന്നും മറ്റുള്ളവർ പാഠം പഠിക്കണ്ടേ? ഇല്ല. ഫ്രാൻസ് സന്തോഷം, അഭയാർത്ഥികൾ, റെഫ്യൂജീസ്. ഇംഗ്ലണ്ട്, ഇപ്പോൾ ഇംഗ്ലണ്ടും കൊണ്ട് അഭയാർത്ഥികൾ പോയി. ഇപ്പോൾ ഇംഗ്ലണ്ടുകാരന് അവിടെ മന്ത്രിയാകാൻ പറ്റുമെന്ന് അറിയാമില്ല. അഭയാർത്ഥിയാണ് അവിടുത്തെ മന്ത്രി, അവരാണ് ഭരണം. അവർക്ക് 5 സ്റ്റാർ ഹോട്ടലിൽ ഫ്രീ ആയിട്ട് താമസം. ആളുകൾ വരട്ടെ എന്ന്. വെൽക്കം. കമലാ ഹാരിസ് പറയുന്നു വെൽക്കം ഇല്ലീഗൽ ഇമിഗ്രേറ്റ്. ഒരു കടലാസും വേണ്ട, ഒന്നും വേണ്ട. ആൾ മുസ്ലിം ആയിരിക്കണം, അത്രേ ഉള്ളൂ. ഹിന്ദുവും ജൂതനും ഒന്നും അമേരിക്കയിൽ കയറാമെന്ന് വിചാരിക്കണ്ട. ബുദ്ധനെയും കയറ്റുകയില്ല, പഴയ മുസ്ലിമിനെ കയറ്റി. അങ്ങനെ കയറ്റി. ഇറ്റലിക്കാർ കയറ്റി, ഫ്രാൻസ് കയറ്റി, ജർമ്മനി കയറ്റി, ഇംഗ്ലണ്ട് കയറ്റി. ഇപ്പം ഇതെല്ലാം താമസിയാതെ ഇതെല്ലാം ഇസ്ലാമിക രാഷ്ട്രമായിട്ട് മാറും. നമ്മുടെ ഫ്രാൻസിലെ മാക്രോൺ ഉണ്ടല്ലോ, മാക്രോണിന് മലയാളം മനസ്സിലാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഏതായാലും കേട്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. എഴുതി വെച്ചോ ഇന്നത്തെ ഡേറ്റിന്. അടുത്ത ബെയ്റൂട്ട് പാരീസാണ്. അടുത്ത ബെയ്റൂട്ട് പാരീസാണ്. കിടക്കപ്രതി ഉണ്ടാവില്ല. ഇപ്പം തന്നെ കിടന്നാൽ ഉറക്കമില്ല ഫ്രാൻസിൽ. എന്താ പാരീസിലൊക്കെ നടക്കുന്നത്? ഈ അവസ്ഥ എത്തിച്ചു കൊടുത്തതിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്വം ക്രിസ്ത്യൻ സമൂഹത്തിനാണ്. ശരി, അവിടുത്തെ സമൂഹം എന്തെങ്കിലും ചെയ്തു, അവർ തൊലഞ്ഞോട്ടെ, നമുക്കതിൽ ഇപ്പോൾ പരിധി വിട്ട് ഖേദിക്കേണ്ട കാര്യമില്ല. ബട്ട് ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹം എന്ത് ചെയ്യുന്നു, അവരെ നയിക്കുന്ന സഭകൾ എന്ത് ചെയ്യുന്നു, ആ സഭകൾക്ക് ഇസ്ലാമിക തീവ്രവാദത്തോടുള്ള നിലപാട് എന്താണ്? ആ നിലപാട് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കേണ്ട സമയമായിരിക്കുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് 10-15 വർഷം മുമ്പ് ചങ്ങനാശ്ശേരി ബിഷപ്പ് പവത്തിൽ തിരുമേനി ദീപികയിൽ ഒരു ലേഖനം എഴുതി. RSSും ISISും ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങൾ. തൊട്ടടുത്ത ദിവസം മാതൃഭൂമി പത്രത്തിൻ്റെ എഡിറ്റ് പേജിൽ മാർ ജോർജ് ആലഞ്ചേരിയുടെ ലേഖനം വന്നു. അതിൻ്റെയും ഉള്ളടക്കം ഇത് തന്നെയായിരുന്നു. തലക്കെട്ട് അല്പം മാറ്റിയിരുന്നു മാത്രം. RSSും ISSും ഒരുപോലെ. ഇതായിരുന്നു 2, ഒരാൾ ബിഷപ്പ്, മറ്റേ ആൾ ആർച്ച് ബിഷപ്പ്, 2 പേരും. നെഞ്ചത്ത് കൈവച്ച് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് പറയാമോ ISISും RSSും ഒരുപോലെയാണ്? നിങ്ങളുടെ ബിഷപ്പുമാരെ എഴുതിയതാണ്. പോട്ടെ, കാലം എത്രയോ കടന്നു. ഇതൊരു 15 വർഷം മുമ്പായിരിക്കണം. കഴിഞ്ഞത് കഴിഞ്ഞു, പോട്ടെ. നിങ്ങൾ RSSനെ കുറേ ചീത്ത വിളിച്ചു, എന്തെങ്കിലുമൊക്കെ ചെയ്തു.
ധാരണയോ തെറ്റിദ്ധാരണയോ ചില വ്യക്തിപരമായ ദേഷ്യമോ ഒക്കെ വെച്ചിട്ടായിരിക്കാം. അത് മാറ്റിവെച്ചിട്ട് ശാന്തമായിട്ട് ആലോചിക്കുക. ഭാരതം ഒരു ലെബനനാകണോ? ഭാരതം ഒരു പാലസ്തീനാകണോ? ആയിക്കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ അവസ്ഥ എന്താവും? RSSകാർ പറയുന്ന ഹിന്ദുരാഷ്ട്രം നിലവിൽ വന്നാൽ ക്രിസ്ത്യാനികൾക്ക് എന്ത് ദോഷമുണ്ടാകും നിങ്ങൾ ആലോചിക്കുക. ഇപ്പം തന്നെ ഇത് ഹിന്ദുരാഷ്ട്രമാണ്, ഹിന്ദുസ്ഥാൻ എന്നല്ലേ ഇതിനെ വിളിക്കുന്നത്. ക്രിസ്ത്യാനികൾക്ക് വല്ല ദോഷവും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഇരിക്കുമ്പോൾ ആലോചിച്ച് കണ്ടുപിടിച്ചിട്ട് മണിപ്പൂരിൽ അങ്ങനെ ചെയ്തു, ഈ പള്ളിയിൽ മാല പൊട്ടിച്ചു, അവിടുത്തെ കപ്പ്യാരെ തല്ലി എന്നൊക്കെ പറഞ്ഞ് 140 കോടി ജനങ്ങളുള്ള സ്ഥലത്ത് നടക്കുന്ന സ്വാഭാവിക സംഭവങ്ങളല്ലാതെ ക്രിസ്ത്യാനികളെ ടാർഗറ്റ് ചെയ്ത് ഇന്ത്യയിൽ ഒരു ഭരണകൂടവും, അത് നരേന്ദ്രമോദി ആയിക്കോട്ടെ, ഇന്ദിരാഗാന്ധി ആയിക്കോട്ടെ, മൻമോഹൻ സിംഗ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അങ്ങനെ ക്രിസ്ത്യാനികൾക്കെതിരെ നീങ്ങിയിട്ടില്ല. പക്ഷേ ഇസ്ലാമിക ഭരണം ഉറപ്പായിട്ടും ക്രിസ്ത്യാനികളെ വൈപ്പ് ഔട്ട് ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. ഞാൻ പറയുമ്പോഴുള്ള ഇസ്ലാം ഉണ്ടല്ലോ, നിങ്ങൾ ഈ കാണുന്ന മുസ്ലിം ലീഗിൻ്റെയോ ഇസ്ലാമല്ല ഇസ്ലാം, ഇതൊക്കെ വെറും പലപ്പോഴും ഒരു പടക്കവും വേഷവും ഒക്കെയാണ് കേരളത്തിലെ മുസ്ലിം ലീഗ് എന്നൊക്കെ പറയുന്നത്. ഇതൊന്നും അല്ല ലോക ഇസ്ലാം. അത് കാണണമെങ്കിൽ ഈ പറഞ്ഞ പാലസ്തീനിലോ ലെബനിലോ ഇസ്രായേലിലോ ഒക്കെ പോകണം, അപ്പോഴേ അത് അറിയാൻ പറ്റുള്ളൂ. മിനിമം നിങ്ങൾ ഇംഗ്ലണ്ടിലെ തെരുവിലിറങ്ങി നടക്കണം, അപ്പം നിങ്ങൾക്കറിയാം എന്താണ് റാഡിക്കൽ ഇസ്ലാം എന്ന്. അത് ഇനിയെങ്കിലും നമ്മളെല്ലാവരും മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ഞാൻ ഇത് ക്രിസ്ത്യാനികളോട് പറയുന്ന കേട്ടാൽ ഹിന്ദുക്കൾ ഇതെല്ലാം മനസ്സിലാക്കി പെരുമാറുന്നവരാണോ എന്ന് ന്യായമായിട്ടും ക്രിസ്ത്യാനികൾ ചോദിക്കും. അതൊരു ചോദ്യമാണല്ലോ. താൻ ഈ വാചകമൊക്കെ അടിക്കുന്നല്ലോ, തൻ്റെ സമുദായം എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ തോറ്റു. സത്യം, ഹിന്ദുക്കൾക്ക് ഈ കളി മനസ്സിലായിട്ടില്ല, പിന്നല്ലേ ക്രിസ്ത്യാനികൾക്ക്. പ്രാഥമികമായിട്ട് ഈ കളി മനസ്സിലാക്കേണ്ടവർ ഹിന്ദുക്കളാണ്, അവർ തന്നെ നേരെ ചൊവ്വേ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരേപോലെ ഈ അപകടം മനസ്സിലാക്കുക. അവിടെ നടക്കുന്ന യുദ്ധത്തിൽ നമുക്ക് താല്പര്യമൊന്നും വേണ്ട, ഇവൻ ജയിച്ചു അവൻ ജയിച്ചു എന്നുള്ളത് വേണ്ട. പക്ഷേ ആ യുദ്ധത്തിൻ്റെ അന്തർധാര എന്താണ് എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് പാഠം പഠിക്കേണ്ടത് ആവശ്യമാണ്. അത് തീർച്ചയായും ചെയ്യണം. താങ്ക് യു.